വിൽപ്പനയ്ക്കായി എത്തിച്ച ആനക്കൊമ്പുമായി 7 അംഗ സംഘത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുത്തനത്താണിയിൽ വെച്ച് പിടികൂടി. ഫോറസ്റ്റ് ഇന്റലിജൻസ്, ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡ്, കരുവാരക്കുണ്ട് ഫോറസ്റ്റ് ഓഫീസ് എന്നിവരുടെ സംയുക്ത പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പ്രതികൾ വലയിലായത്. തിരൂർ ആലത്തിയൂർ സ്വദേശികളായ തറയിൽ ജംഷീർ, തറയിൽ അബ്ദുൽ ജബ്ബാർ, തിരൂർ തൃക്കടിയൂർ സ്വദേശി വെട്ടത്ത് ഷോബീഷ്, പുത്തനത്താണി അത്തിക്കാപ്പറമ്പിൽ അബ്ദുൽ ഷമീർ ബാബു, ചാവക്കാട് സ്വദേശി രായമരക്കാർ ഷമീർ, കുറുമ്പത്തൂർ നടുവഞ്ചേരി സുബൈർ, വയനാട് മേപ്പാടി സ്വദേശി ചോലക്കൽ ഫൈസൽ എന്നിവരാണ് പിടിയിലായതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ആനക്കൊമ്പ് കടത്താനായി ഉപയോഗിച്ച കാറും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റു രേഖപ്പെടുത്തിയ പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി. വൈൽഡ് ലൈഫ് കൺട്രോൾ ബ്യൂറോ, ക്രൈം കൺട്രോൾ ബ്യൂറോ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഇന്റലിജൻസ് സെൽ ഇവർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നിലമ്പൂർ ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡ് അതുപോലെ തന്നെ കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റാഫും ചേർന്നിട്ട് ഇങ്ങനെ ആനക്കൊമ്പ് വിൽപ്പന നടത്തുന്ന രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തുകയും തിരൂർ പുത്തനത്താണി കൽപ്പഞ്ചേരി എന്നുള്ള സ്ഥലത്ത് നിന്ന് ആനക്കൊമ്പും ഏകദേശം 3.5 കിലോ ഭാരം വരുന്ന ആനക്കൊമ്പ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 7 പ്രതികളെയാണ് അതിനകത്ത് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പ്രതികളെ നമ്മൾ അന്വേഷണത്തിലാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇവരെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ്. CCN പെരിന്തൽമണ്ണ.